സ്ക്രാപ്പ് ഐറ്റംസ് ആണ്. സ്ക്രാപ്പ് ഐറ്റംസ് ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല, എല്ലാം ഫ്രീക്ക് എടുത്തോണ്ട് പോവാം. സ്ക്രാപ്പാണ്, സ്ക്രാപ്പ്. വേസ്റ്റ് ഒരു സൈഡ് ഫുള്ള് വേസ്റ്റ്, ഒരു സൈഡ് ഫുള്ള് സ്ക്രാപ്പ്. നല്ല കീട്ടില്ല സ്മെല്ലാണ് എൻ്റെ ശിവനെ. നമ്മൾ വാഷിംഗ് മെഷീൻ നോക്കാൻ വേണ്ടി ഗായ്സ് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരുവിധപ്പെട്ട നല്ല വാഷിംഗ് മെഷീനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഇവിടെ 2 ആൾക്കാർ വാഷിംഗ് മെഷീൻ തപ്പി നടക്കുകയാണ്. ഈ ദോ ബന്ദാ ഹേ ഹൈ. അപ്പോൾ അവരുടെ കയ്യിലൊന്നും കിട്ടിയില്ല ഗൈസ്. സ്ക്രാപ്സ്, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജൊക്കെ ആരൊക്കെ കണ്ട ഇവിടെ കണ്ട. ഇതൊക്കെ സ്ക്രാപ്പിൻ്റെ പന്ത്രടിയാണ് എൻ്റെ ശിവനെ. ഫ്രിഡ്ജൊക്കെ കിടപ്പുണ്ട്. ചെറിയ റിപ്പയറൊക്കെ ഉള്ളതൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അതാണ്ട് ബോക്സൊക്കെ കൊണ്ടുവന്ന് കളഞ്ഞിട്ടുണ്ട്. എടാ അത് പ്രിൻ്ററാണ്, അത് പ്രിൻ്ററാണ്. ഡേയ് അത് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും പുറത്തുനിന്ന് സാധനം വരുത്തിക്കണം. പ്രിൻ്റർ എടുത്ത് വെച്ച് നോക്കടാ ഡേയ്. ഇല്ല നമ്മൾ ഇറങ്ങാം. അണ്ണാ പ്രിൻ്റർ ഒന്ന് നൂത്ത് നോക്കിയണ്ണ. AC പോയതാ. നൂത്തല്ല, അല്ല ഉണ്ട് കണ്ടാ. ഊരിയിട്ടാണ് തറ ഊരിയിട്ടാണ്. ചെറിയ റിപ്പയറിനാണ് എടുത്ത് കളയുന്നത് കമ്പനിയിൽ നിന്ന്. ചിലത് നല്ലതും കളയും. പുതിയ മിഷൻ വരുമ്പോഴേ നമുക്ക് ആവശ്യമില്ലത്. പക്ഷെ നല്ല സംഭവം കൊള്ളാം. നോട്ടെടുന്ന വിഷയം എടുത്തു വെച്ചോ. നോട്ടെടുന്ന അത് ശരിക്കും നോട്ടെടുന്ന വെച്ചിട്ടാണത്. എടുത്തേ എടാ, നോട്ടെടുന്ന വിഷയം സത്യോ അല്ലേ? പ്രിന്ററാണ്. ആ കവറിലെന്തോന്ന് ഇതോണ്ട. അതെ ഗായ്സ്, നമ്മള് അപ്പൊ സ്ക്രാപ്സിന്റെ കൂട്ടത്തിലാണ്. കാലൊക്കെ നോക്കുക ഗായ്സ്. അപ്പൊ നമ്മള് സ്ക്രാപ്സിന്റെ അടുത്ത് നിൽക്കുകയാണ്. ഇത് എന്തോന്ന്, വാവ്, അത് സൂപ്പർ. അത് പുതിയ തറ ഓ ഞാൻ വീഡിയോ എടുക്കുന്നളയാ. ബാഗ് ഊരിയാണ്. തട്ടിയിട്ടെ നമുക്ക് ആവശ്യമില്ലത്. പ്രിന്ററുകളാണ്. പുതിയ മോഡൽ വരുമ്പോൾ പഴയ മോഡലുകൾ അവർ കളയും. കവറിൽ നിന്ന് വെളിയിൽ ഇറക്കളയാ മറച്ചു വയ്ക്കാൻ എന്തെന്ന് ഗൈസ്. അപ്പം സ്ക്രാപ്സ് നമുക്ക് മെയിനായിട്ടും വാഷിംഗ് മെഷീനാണ് വേണ്ടത്. പൊടി ഓരോല്ല പുതിയ പോലെ ഇരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയ റിപ്പയർ കാണും. ഗായ്സ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വലിയ ഒരു സൈഡിലാണെങ്കിൽ കംപ്ലീറ്റ് വേസ്റ്റ്, അതിൻ്റെ പുറത്തൂടെ മണ്ണടിച്ചിട്ടിരിക്കുകയാണ്. അടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ള് സ്ക്രാപ്പാണ്. ഇത് അങ്ങോട്ടുണ്ട് നമുക്ക് കാണാം. നോട്ടല്ലേ AC-യുടെ ഫാനും നോക്കാം. അതാകുമ്പോഴത്തേക്കും നല്ല കാറ്റാണ് റൂമിൽ ഇട്ട. ഇപ്പം ഗായ്സ്, ഫ്രിഡ്ജ് നമ്മളെ സ്റ്റാപ്പ് ഫ്രണ്ടിലോട്ട് പോട്ടളയാ. ആ ഇരിക്കുന്ന കംപ്ലീറ്റ് വൈറ്റ് കളർ കാണുന്നത് പൂവല്ല, കൊക്കാണ്. ഇതിന്റെ ബാക്കിൽ കാണാ കൊക്കടെ ഫുള്ള് കൊക്കാണത് കേട്ടോ. ബ്ലാക്ക് വൈറ്റ് കളറിലൊക്കെ കാണുന്നത് ഫുള്ള് കൊക്കാണ്. ഒരു കല്ലെടുത്ത് എറിഞ്ഞാലയാ നമ്മളാ എറി കൊക്കുകൾ പറന്ന്. വേണ്ട, കൊക്കാണ്, ഫുള്ള് കൊക്കാണ്. വേണ്ട, വൈറ്റ് കളർ കൊക്കുകൾ പറക്കുന്നത് കേട്ടോളൂ. ഇനി എറി. അടുത്ത കല്ലെറിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. കേട്ടാ, ഫുള്ള് കൊക്കുകളെ പറത്ത് വിട്ട്, കൊക്കുകളെ ഫുള്ളും പറത്ത് വിട്ടിരിക്കുകയാണ് ഗായ്സ്. ഇതൊക്കെ എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടും. അമ്മാതിരി സാധനം കിടപ്പുണ്ടോ. പക്ഷേ ഇവിടെ ഇങ്ങനെ ആരും കച്ചവടം ചെയ്യുന്നില്ല. അത് ഗവൺമെൻറ് തന്നെ എന്തോ ചെയ്യുകയാണ് ഗായ്സ്. നമുക്കറിയില്ല. ഈ പെട്ടിയിൽ മിക്കവാറും ഡോളറായിരിക്കും, സിംഗപ്പൂർ ഡോളറായിരിക്കും ഗായ്സ്. പെട്ടിയിൽ മിക്കവാറും സിംഗപ്പൂർ ഡോളറായിരിക്കും. എടുക്കേണ്ട ഫ്രിഡ്ജ് അങ്ങ് അതുവരെ വണ്ടി കയറണ. നമുക്ക് വണ്ടിയിൽ നോക്കാം. നല്ലതേതെങ്കിലും
നല്ലത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് നല്ല നല്ല ഫ്രിഡ്ജുകൾ, അതായത് പൈസ ഉള്ളവർ പുതിയ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും പഴയത് അവർ ഇതുകൊണ്ടൊന്ന് സ്ക്രാപ്പിൽ കളയും. ഉപയോഗം നല്ല രീതിയിൽ ഓരോരുത്തർ 2-3 കൊല്ലം ഉപയോഗിച്ചത് മാത്രം കൊണ്ടുവന്ന് കളയുന്ന എടുത്തത് നമ്മളെ അക്കോമഡേഷനിൽ മുഖ്യ ആൾക്കാരെങ്കിലും ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നത്, അല്ല കിട്ടുമോയെന്നറിയാൻ വേണ്ടി. ചുമ്മാതെന്നൊക്കെ പറയുന്നത് നമ്മളെ ആലപ്പുഴക്കാരൻ ചേട്ടനാണ്. ഒടുക്കത്തെ വെയിലാണ് ഗായ്സ്. സ്ക്രാപ്പൊക്കെ ഉണ്ടല്ലേ. നോ ലൈവ്, യൂട്യൂബ് വീഡിയോസിന് വേണ്ടി ചെയ്യുന്നത്. കാറാ ലെടുക്കിയുടെ കലണ്ടർ. എന്റെ പൊന്നോ, നമ്മളവിടുത്തെ ആക്രിക്കടക്കാർ ഇവിടെ ഉണ്ട്. ടയർ നോക്ക്, വീൽ ഉൾപ്പെടെ. നമ്മളവിടെയുള്ള ആക്രിക്കടക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ കോടീശ്വരന്മാരായനായിരുന്നു ഗൈസ്. എന്ത് ചെയ്യാം? അങ്ങോട്ടൊന്നും ഇല്ല, അങ്ങോട്ട് വേസ്റ്റ് മാത്രമേ ഉള്ളു. ആ വണ്ടിക്ക് സൈഡ് ഒഴിഞ്ഞു കൊടുത്തായിരിക്കും. ആ വണ്ടിക്ക് സൈഡ് ഒഴിഞ്ഞു കൊടുത്തേ മുകളിലോട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെ ജാങ്കോ ഡ്രൈവർ വെരി ബ്യൂട്ടിഫുൾ ഡ്രൈവറാണ്. ഇവനെ പോലെ ഒരു ഡ്രൈവർ ഈ ലോകത്തില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ഓൾറെഡി ആൾക്കാർ എടുത്തുകൊണ്ട് പോയി. റിട്ടൈ ഫ്രണ്ട്സ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്ക്രാപ്പും വേസ്റ്റും ഒക്കെ ഇടുന്നിടത്താണ്. എൻ്റെ ബാക്കിൽ കാണാൻ വേസ്റ്റിൻ്റെ ഇതാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ സ്ക്രാപ്സാണ്, ഫുള്ള് സ്ക്രാപ്പിൻ്റെ ഐറ്റംസ് ആണ്. പക്ഷേ ഇവിടെ ഇത് ഗവൺമെൻറ്റായിട്ട് കൊണ്ടുവന്നിടുന്ന ഇടമാണ്. ഇവിടെ കച്ചവടക്കാരൊന്നും ഇല്ല. അപ്പോൾ ഇതിങ്ങനെ കിടക്കും. ഇവിടെ നമ്മളെ നാട് വല്ലതും ആയിരുന്നെങ്കിൽ ഗായ്സ് ഇപ്പം തന്നെ മിക്ക ആക്രി പറക്കാരും കോടീശ്വരന്മാരായനെ, ആക്രി പരക്കൽക്കാർ കോടീശ്വരന്മാരായനായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇല്ല എന്നാണ് ഞാൻ കേട്ടത്. അറിയില്ല, എല്ലാ ഐറ്റം സംഭവങ്ങളും ഉണ്ട് ഇവിടെ. ഇഷ്ടംപോലെ ഇരുമ്പ് ഐറ്റംസ് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. കണ്ടെയ്നറിൻ്റെതും എല്ലാം കിടപ്പുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻസ് ഇല്ല. സൈക്കിള്, കസേര, മിക്ക സംഭവങ്ങളുണ്ട്. നോക്ക്, ഗ്യാസിൻ്റെത്, ഹീറ്ററിൻ്റെത്. പോവാന്ന് പറ. അത് ഒരു കസേര എടുത്ത് ഇട്ടിരിക്കുകയാണ് ഗൈസ്. ഈ സംഭവം നിങ്ങൾ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കണ്ടു കാണും. മറ്റേ സംഭവം ഇത് എടുത്തിങ്ങനെ ചതച്ച എന്തൊക്കെ ചെയ്ത് പ്രസ് ചെയ്തിട്ട് അതുപോലെ ആക്കിയിടുന്നത്. അതിൻ്റെ മെഷീനൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഗൈസ് അവിടെ നിന്ന് സെക്യൂരിറ്റി നമുക്ക് തമ്പൊക്കെ കാണിച്ച്, തമ്പ് ലൈനൊക്കെ കാണിച്ച് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഇതാ ഗൈസ്, കാറാണ് ഈ കിടക്കുന്നത്. കാറുകളെ ബോഡിയാണ്. എനിക്കൊന്ന് മാരുതിയുടെ തോന്നുന്നു. 2-3 ബോഡികൾ കിടപ്പുണ്ട്. ഒരു കാറ് ഇതാ കിടക്കുന്നു. എന്തുവാ ബക്കറ്റാ? അതാ ഇല്ല, വേണ്ട പോട്ടെ, കൊള്ളില്ല. നമ്മളെ സൈറ്റിൽ നിന്ന് എടുക്കാനാണോ?
കാരണം സ്ക്രാപ്പിൽ കളയുന്നതൊക്കെ കൊള്ളത്തിലാണ്. അപ്പോൾ മാരുതിയുടെ ചെയ്സ് നമ്മൾ ഒന്നുകൂടെ എടുത്തിരിക്കുകയാണ് ഗായ്സ്. ഒരുപാട് ഇത് ചെയ്സല്ല, ബോഡി കാട്ടിനിടയില്ല. പിന്നെ ഈ സൈഡ് ഷിപ്പാണ്, കപ്പലിൻ്റെതും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ ഒരു ബോട്ട് ഇവിടെ പണി മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ അവിടെയാണ് കപ്പലുകൾ വന്നെടുക്കുന്ന നങ്കുരമിടുന്നത്. നമ്മുടെ പണിക്കാരൻ ചേട്ടനാണ്. ചേട്ടൻ ഗ്ലാസ്സൊക്കെ വെച്ച് സെറ്റാണ്. അപ്പോൾ ബോട്ടുകൾ കിടപ്പുണ്ട്, ബോട്ടുകൾ ആവശ്യത്തിനുള്ള ബോട്ടുകൾ കിടപ്പുണ്ട്. പക്ഷേ എല്ലാം സ്ക്രാപ്പിൽ വന്നിരിക്കുന്ന വെയിറ്റ് ഐറ്റംസ് ആണ്. നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം വേസ്റ്റിൽ കൊണ്ടുവന്ന് കളയുന്ന ബോട്ടുകളാണ്. ഇതൊക്കെ ഏതോ പണ്ടത്തെ ലക്ഷപ്രഭു കോടീശ്വരൻ്റെ ബോട്ടായിരുന്നു. അത് ആക്രിക്ക് കൊടുത്തിരിക്കുകയാണ് ഗായ്സ്. നിങ്ങൾക്ക് കാണാം എല്ലാ ബോട്ടുകളുടെ ശവപ്പറമ്പ് ആണെന്ന് തോന്നുന്നു. മുകളിലൊക്കെ എന്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടെയ്നറിൻ്റെ. കാരണം ഈ ബോട്ട് ഫിഷിംഗ് ബോട്ടായിരിക്കും. ഇതൊക്കെ എല്ലാം സ്ക്രാപ്പിൽ പോയതാണ്. പിന്നെ ഗായ്സ്, അപ്പോൾ ഗായ്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ ഗായ്സ്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം, മറന്നു പോകരുത്. ഇത് എവിടെ പോയാലും സത്യം പറയില്ല, യൂട്യൂബ് തുടങ്ങുന്ന എല്ലാ ആൾക്കാരും ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കളിയൊക്കെ എല്ലാവരും കാണും. സ്വന്തമായിട്ടൊരു വീഡിയോ എടുത്തിട്ട് ആരുമില്ല. കാര്യം ആലോചിക്കണം, ഒരു ഗട്ട്സില്ല. ഒരു ഫോണിൻ്റെ മുന്നിൽ വീഡിയോയ്ക്ക് ഒന്ന് സംസാരിക്കാൻ പോലും ഗട്ട്സില്ലാത്തവരാണ് ശരിക്കും യൂട്യൂബുകാരെ ശാപമായിട്ടുള്ളത്. കാര്യം യൂട്യൂബുകാർ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചിരിച്ച് കളിയാക്കുന്നവരാണ് കൂടുതലുള്ളത് ഗൈസ്. അങ്ങനെ ഒരുത്തരാണ് ഗൈസ്. അങ്ങനെ ഒരു ഗൈസ് മറന്നു വരുന്നത്. ഇങ്ങനെയുള്ളവരെ നമ്മൾ യൂട്യൂബുകാർ ഒരിക്കലും മൈൻഡ് ചെയ്യരുത് ഗൈസ്. നമ്മൾ പറയാനുള്ള പറയുക, നമ്മളാരും മോശമായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ഒരു യൂട്യൂബ് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പൈസ കിട്ടുന്നില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ. അടുത്തൊരു വീഡിയോയിൽ